كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء إن أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നൈമിഷികമായ ജീവിതം ആസ്വദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ ആസ്വദിക്കുന്ന ജീവിതത്തെ അലങ്കരിച്ചുകൊണ്ട്, വ്യാമോഹങ്ങൾ കൊണ്ട് നിറച്ച്, ഞാനും എൻ്റെ കുടുംബവും എന്നും ഇവിടെ ജീവിക്കും എന്നുള്ള രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ജീവിതം താൽക്കാലിക വിഭവങ്ങൾ കൊണ്ട് മാത്രം നിറക്കപ്പെട്ടതാണ്. ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഉപമകളിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബയെ കിറാമിനെ പഠിപ്പിക്കുകയാണ്. ചത്തുകിടക്കുന്ന ഒരാടിന്റെ അടുത്തുകൂടി സഞ്ചരിക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ചത്ത ഈ ആടിനെ പൈസക്ക് വേണോ, ദിർഹമിന് വേണോ? അപ്പൊ സഹാബത്ത് പറയുകയാണ്, വെറുതെ തന്നാൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട. വെറുതെ തന്നാൽ ഞങ്ങൾക്ക് വേണ്ടാത്ത ഈ ചത്ത ആട് പൈസ കൊടുത്ത് ആരാണ് വാങ്ങുക? ഈ ഒരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ തുലനപ്പെടുത്താൻ, നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി നാം സമയം നീക്കിവെക്കുന്ന ദുനിയാവ് ഈ ചത്ത ആടിനെ പോലെ നിസ്സാരമാണ്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് മർറ ബിസ്സൂഖ് ദാഖിലൻ മിൻ ബഅലിൽ ആലിയ വന്നാസ് നഫൈഹി ഫമർറ ബിജ്സി അസഖ് മയ്യിത്തിൻ. ഈ ദീർഘമായിട്ടുള്ള ഹദീസ് വിവരിക്കുന്ന കാര്യം അതാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായ ഉദാഹരണത്തിൽ കൂടിയാണ് ദുനിയാവിന്റെ നിസ്സാരത എന്താണ് എന്ന് സഹാബത്തിനെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില ഉപമകൾ കൂടി ദുനിയാവിന്റെ വിഷയത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ വിരൽത്തുമ്പ് ഒരു സമുദ്രത്തിൽ വെക്കുകയാണെങ്കിൽ ആ വിരൽത്തുമ്പിൽ എത്ര പരിമിതമായ വെള്ളമാണ് പോരുന്നത്. 1, 2, 3 തുള്ളി വെള്ളം മാത്രമേ ഒരു വിരൽത്തുമ്പിൽ കിട്ടുകയുള്ളൂ. പരന്നു കിടക്കുന്ന സമുദ്രത്തിലെ വെള്ളം ആ വെള്ളവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടാൻ പോകുന്നത് 1, 2, 3 തുള്ളി വെള്ളമാണ്. നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി കൂടുതൽ സമയം ചിലവഴിക്കുന്ന ദുനിയാവ് ഈ 3 തുള്ളി വെള്ളത്തെപ്പോലെയാണ് എന്ന് മറ്റൊരു ഉപമയിൽ കൂടി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഉപമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത് ഒരു കൊതുകിന്റെ ചിറകിനോടാണ്. قال رسول الله صلى الله عليه وسلم لو كانت الدنيا تعدل عند الله جناح بعوضة ما سقى كافرا منها شربة ماء. അപ്പൊ നമുക്കൊക്കെ അറിയാം, സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, പ്രകടമായി സത്യം ഇന്നതാണ് എന്ന് ബോധ്യമായി അള്ളാഹനെ ധിക്കരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അള്ളാഹു ഒരുപോലെ വെള്ളം നൽകുന്നു, അനുഗ്രഹങ്ങൾ നൽകുന്നു, സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചിറക്, ഒരു കൊതുകിന്റെ ചിറകിന്റെ മൂല്യം പോലും, വില പോലും ദുനിയാവിന് നൽകുന്നില്ല. ദുനിയാവിന് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം കിട്ടുമായിരുന്നില്ല. നമുക്ക് കുടിക്കുന്ന വെള്ളം അവർക്ക് കിട്ടൂല. എന്തുകൊണ്ട്? ഈ ദുനിയാവിന് അത്ര മൂല്യം മാത്രമാണ്, വില മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നാലാമതൊരു ഉപമയായിട്ട് പഠിപ്പിക്കുകയാണ്. ഒരു മരത്തിന്റെ തണലിൽ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇരിക്കുന്നു. മരത്തിന്റെ തണലിൽ ഇരിക്കുന്നത് എന്തിനാണ്? വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്, റെസ്റ്റ് എടുക്കാനാണ്. ആ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മരത്തിന്റെ തണലിൽ ഇരിക്കുന്ന അല്പസമയം മാത്രമാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ഒരു വിശ്വാസി നിൽക്കുന്നത്. അതാണ് കുൻ ഫി ദുനിയാ കഅന്നക ആബിറു സബീൽ ഓർ ഗരീബ്. 2 വാക്ക് അവിടെ പറയുന്നു. ഒന്നുകിൽ ഒരു വിദേശിയെപ്പോലെ, അല്ലെ, സ്വദേശത്ത് നിന്ന് വിദേശത്ത് പോകുന്ന പ്രവാസികളായ നമ്മുടെ ആളുകൾ ആ നാട്ടിൽ അല്പസമയം മാത്രമേ നിൽക്കുള്ളൂ, പിന്നെ സ്വന്തം നാടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലുള്ള ജീവിതം അത് മാത്രമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫ് 45-ാമത്തെ വചനത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തസ്റൂഹു അർ-റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ. പ്രവാചകരെ, നബിയെ, നീ അവർക്ക് ഐഹിക ജീവിതത്തിന്റെ, ഈ ദുനിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഉപമ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ഒരു ഉപമയിൽ കൂടി ദുനിയാവിന്റെ ജീവിതം എന്താണെന്ന് പ്രവാചകരെ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. നമ്മോട് വിവരിച്ചു തരാൻ വേണ്ടി, നമുക്ക് വിവരിച്ചു തരാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. എന്താണ് ഈ ദുനിയാവിന്റെ ജീവിതം? ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളം ഇറക്കി. വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി. അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്ന് വളർന്നു. ധാരാളമായിട്ട് സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായിത്തീരുന്നു.
ആ ഉണ്ടായ ചെടി അല്ലെങ്കിൽ സസ്യം കുറച്ചു കഴിഞ്ഞപ്പോ അത് നുരുമ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി തീർന്നു. സഹോദരങ്ങളെ, ഇതുപോലെയാണ് ദുനിയാവ്. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഈ ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫ് 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. പ്രവാചകനോടുള്ള കൽപ്പന തന്നെയാണ് നമ്മോടുള്ള കൽപ്പനയും. എന്താ കൽപ്പന? വസ്ബിർ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാ വകാന അംറുഹു ഫുർത്താ. ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൽ കൂടി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തണം. ഒന്ന്, തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നിർണയിക്കുന്ന കാര്യമാണ്. എന്ത് സമീപനാണ് ദുനിയാവിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. നിന്റെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് തൃപ്തി റിളാമിനല്ല, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇതൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് എന്താണ്? റിളാമിനല്ലാ, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹിന്റെ തൃപ്തിയാണ്. അപ്പൊ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കണം. രണ്ടാമതായി കൽപ്പിക്കുന്നത് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തണം. ഇപ്പൊ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ് അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുക എന്നുള്ളത്. സുബഹിന്റെ വക്തിലും വൈകുന്നേരങ്ങളിലും മഗ്രിബിന്റെ ആ സന്ദർഭത്തിലും അള്ളാഹിനെ സ്മരിക്കുന്ന ധാരാളം അസ്കാറുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നീ ചൊല്ലണം. മൂന്നാമതായിട്ട് പറയുന്നത് ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. നമ്മുടെ മനസ്സിനെ ആഗ്രഹിപ്പിക്കുന്ന, ആസ്വദിപ്പിക്കുന്ന ഒരുപാട് ആസ്വാദനങ്ങൾ ചുറ്റുപാടും ഉണ്ടാവുന്ന പറഞ്ഞത്. എന്നാൽ ആ ആസ്വാദനങ്ങളിൽ ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോവാതിരിക്കട്ടെ. അള്ളാഹനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. ഏതൊരാളുടെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നു, അള്ളാഹുവിന്റെ സ്മരണയെ അവഗണിച്ചുകൊണ്ടൊരാൾ ജീവിക്കാൻ വേണ്ടി അയാളുടെ ഹൃദയത്തെ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ പിന്തുടരുന്നതാണ് തന്നിഷ്ടത്തെയായിരിക്കും, ഹവായായിരിക്കും. അപ്പൊ അത്തരം ആളുകളിൽ നീ പെടാതിരിക്കണം. വസ്ബിർ നഫ്സക്, സ്വബിർ. ഖുത്ബ കേൾക്കുന്ന സന്ദർഭത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി നമ്മൾ ഇരിക്കുകയാണ്. അതൊരു ക്ഷമയാണ്. ക്ഷമ എന്നുള്ളത് 3 തരത്തിലുള്ള ക്ഷമയാണ് സഹോദരങ്ങളെ. അതിലൊന്ന് നന്മ ചെയ്യാനുള്ള ക്ഷമ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമ. രണ്ടാമത്തത് തിന്മ ഒഴിവാക്കാനുള്ള ക്ഷമ. മൂന്നാമത്തത് പരീക്ഷണങ്ങളിലുള്ള ക്ഷമ. ഈ 3 ക്ഷമയും ഒരു വിശ്വാസി ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്. ഒന്ന്, നന്മകൾ ചെയ്യാനുള്ള ക്ഷമ. അതാണ് ഈ ആയത്തിൽ നമ്മൾ പരാമർശിച്ച ഈ ആയത്തിൽ, അതായത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. സൂറത്ത് കഹ്ഫ് 27-ാമത്തെ വചനത്തിൽ പറഞ്ഞ ക്ഷമ ഏതാണ്?
നന്മകൾ ചെയ്യാനുള്ള ക്ഷമ നിനക്ക് വേണം. ഇപ്പൊ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂടെ സഹവസിക്കുക എന്നുള്ളതാണ്. വകൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ, സത്യം പറയുന്നവരുടെ, സത്യം പിന്തുടരുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കേണ്ടത്, എന്തിനാപ്പോ ഒരു സംഘടനാ സംവിധാനം, അതിന്റെ ആവശ്യം എന്താണ്? ഒരുപാട് ആദർശങ്ങൾ ഇവിടെ ഉണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കുന്ന, തിരുസുന്നത്തിനെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വകൂനു മഅസ്വാദിഖീൻ, അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് ക്ഷമ വേണം. അപ്പൊ നന്മ ചെയ്യാനുള്ള ക്ഷമ വേണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് പരാമർശിക്കുന്നത് സാധുക്കളുടെ മഹത്വം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികൾ അധികവും പാവപ്പെട്ടവരായിരുന്നു. അവരുടെ കൂടെ നീ നിൽക്കണം. അതുപോലെ തന്നെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റാൻ പാടില്ല. ഹവ, ഇച്ഛ, ഞാൻ വിചാരിച്ച പോലെ പോവുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ ഇച്ഛയും അള്ളാഹുവിന്റെ തൃപ്തിയും ഒന്നായിത്തീരാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സൂചിപ്പിച്ച വിഷയം ദുനിയാവ് നൈമിഷികമാണ്. അല്പകാലം മാത്രമേ ദുനിയാവുള്ളൂ. ഈ ദുനിയാവിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ക്ഷമ എന്നുള്ളതാണ്. ഈ ക്ഷമ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമയാണ്. അതിന് നമുക്ക് അറിവുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ആ അറിവ് സമാഹരിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. യഖൂലു ഇന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അംർ ഇബ്നുൽ ആസ് റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ഖുലൂബ ബനി ആദം കുല്ലുഹാ ബൈന ഇസ്ബഅൈനി മിൻ അസാബി അർ-റഹ്മാൻ كقلب واحد يصرفه حيث يشاء. ثم قال رسول الله اللهم مصرف القلوب صرف قلوبنا على طاعتك. അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ആദമിന്റെ മക്കളുടെ മനസ്സുകൾ മുഴുവൻ ഒരൊറ്റ മനസ്സുപോലെ പരമകാരുണികന്റെ രണ്ട് വിരലുകൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്നു. അതായത് തീർച്ചയായും ആദമിന്റെ മക്കളുടെ മനസ്സുകൾ മുഴുവൻ ഒരൊറ്റ മനസ്സുപോലെ പരമകാരുണികനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ആണുള്ളത്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിന്റെ ഗതി തിരിച്ചുവിടുന്നു. അതായത് നമ്മളെ മനസ്സുള്ളത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെയാണ് ആ മനസ്സ് പ്രവർത്തിക്കുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
മനസ്സുകളുടെ ഗതി തിരിച്ചുവിടുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളെ നിന്നെ അനുസരിക്കുന്ന നിലയിലേക്ക് നീ നയിക്കണമേ. അതാണ് അല്ലാഹുമ്മ മുസ്രിഫുൽ ഖുലൂബ് സ്വരിഫ് ഖുലൂബന അലാ ത്വഅതിക്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബിൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വഅതിക് എന്നുള്ളതുപോലുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹുവിന്റെ വഖാറത്തിന്, അള്ളാഹുവിന്റെ നിലനിൽപ്പിന് എത്രത്തോളം അതായത് ആ നിലനിൽപ്പ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ അസ്തിത്വവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് അതീതനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. സാധാരണ നമ്മൾ ചൊല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തിൽ അല്ലാഹു നിരാശ്രയനാണ്. ഒരാളുടെയും ആശ്രയം അല്ലാഹ്ക്കില്ല. അല്ലാഹുവെ പോലെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അല്ലാഹുവിന്റെ വിരലുകൾ എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ വിരലുകളുടെ പോലെയല്ല. അല്ലാഹുവിന്റെ അവയവങ്ങൾ മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്ന് അതീതമാണ്. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്നത്. രണ്ട്, അല്ലാഹു ഒരാളുടെയും ഹൃദയത്തെ നിർബന്ധിച്ചുകൊണ്ട് തെറ്റിക്കുകയില്ല. അപ്പോൾ ഒരാള് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അയാൾ തെറ്റിലേക്ക് പോകുന്നത്. അപ്പോ ഈ തെറ്റിൽ പെടാതെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകാൻ വേണ്ടി അല്ലാഹുവോട് നമ്മൾ നിരന്തരം ദുആ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും വലിയ ആയുധമാണ്. അതുകൊണ്ട് യാ മുസ്രിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സരിഫ് ഖുലൂബന അലാ ത്വഅതിക്, നിന്നെ അനുസരിക്കാൻ വേണ്ടി എന്റെ ഹൃദയത്തെ നീ മാറ്റിമറിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൻ അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ് വഅഹ്സിബുഹു ഖാല വകൽ ഖായിം ലാ യഫ്തുർ വകസ്സായിം ലാ യഫ്തുർ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള മറ്റൊരു വചനാണ്. വിധവകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്ന ആളെന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കുക, വിധവകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്ന ആളുകൾ, അവരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകൾ, നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം സ്വന്തം കാര്യം നോക്കി ജീവിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിധവകളുണ്ട്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട്, അവർക്ക് മക്കളുണ്ട്. ആ മക്കളുടെ കാര്യത്തിൽ സഹായം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരുടെ ഭർത്താക്കന്മാർ രോഗം മുഖേന അല്ലെങ്കിൽ ആക്സിഡന്റ് മുഖേന പെട്ടെന്ന് മരണപ്പെട്ടവരാണ്. ആ മക്കൾ അനാഥരാണ്. ആ മക്കളുടെ കാര്യത്തിൽ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം, പാവപ്പെട്ടവരുടെ കാര്യത്തിലും വിധവകളുടെ കാര്യത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തി ജിഹാദ് ചെയ്യുന്നവന് തുല്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ശ്രദ്ധ ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു മഹല്ല് സംവിധാനത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് അഗതികളായിട്ടുള്ളവർ ആരാണ്, പാവങ്ങൾ ആരാണ്, വിധവകൾ ആരാണ്, യത്തീമുകൾ ആരാണ്, കൃത്യമായിട്ടുള്ള കണക്ക് എടുത്ത് അവരെ ആ മഹല്ല് സംരക്ഷിക്കുക എന്നുള്ളത് മഹല്ലിൽ ജീവിക്കുന്ന ഓരോ മഹല്ല് നിവാസിയുടെയും ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത്തരം രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وأصحابه